ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്ന് അടിപൊളി കിടുക്കാച്ചേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്ന് മുഖത്തല്ല നമ്മൾ നടത്തുന്നത്, നമ്മുടെ ബ്യൂട്ടി ടിപ്പ് നടത്തുന്നത് നമ്മുടെ കാർക്കൂന്തൽ നമ്മൾ വളർത്താനൊക്കെ തീരുമാനിച്ചല്ലോ. അപ്പോൾ നല്ല തിളക്കോത്തയുടെ നല്ല കറുപ്പോടെയും നല്ല മുടി വളർച്ചയൊക്കെ കിട്ടാൻ ഇവൻ ഈ ഒരു ടോണിക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് സൂപ്പ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കാർക്കൂന്തൽ ഒരുപാട് അങ്ങ് കിളിർത്ത് വന്നില്ലെങ്കിലും എൻ്റെ ചേച്ചിമാരുടെ അനിയത്തിമാരുടെയൊക്കെ മുടി നന്നായിട്ട് കിളിർത്തൊക്കെ വരട്ടെ കേട്ടോ. ഈ സുപ്പുവിൻ്റെ ആഗ്രഹമാണ്. ഇത് ഞാൻ മുട്ടയടിക്കും അല്ലെങ്കിൽ വളർത്തും കേട്ടോ, സത്യമായിട്ടുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പതിയെ നമ്മുടെ ഓരോ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കറുപ്പൊക്കെ വന്നു തുടങ്ങി. അതിൽ ഞാൻ സന്തോഷവതിയാണ് കേട്ടോ, നമ്മുടെ ആ നരയൊക്കെ അങ്ങോട്ട് മാറി. അപ്പോൾ ചില കൂട്ടുകാർ കേട്ടോ ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ മുടിയിൽ നരയില്ലല്ലോ. എൻ്റെ പൊന്നു മക്കളെ, നരയായി തുടങ്ങി കേട്ടോ. ഞാൻ അതില്ല ഇങ്ങനെ ഓരോ ടിപ്പുകൾ ചെയ്യുന്നത്, നരയൊക്കെ ആയി തുടങ്ങി. നമ്മൾ പിന്നെ ഈ ക്യാമറ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ എടുത്ത് കാണിച്ച് തരേണ്ടി വരും. നരയുണ്ട് കേട്ടോ. അപ്പോൾ നരയില്ലാതെ ആരും ഇതൊന്നും ചെയ്യത്തില്ല. നരയുണ്ട്, സത്യം തന്നെയാണ്. എൻ്റെ മക്കളെ രണ്ടുപേരെയും പിടിച്ച് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം. നരയൊക്കെ ആയി തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോണിക്ക് കൊടുക്കണ്ടേ, നമ്മുടെ കാർക്കൂന്തൽ വളർത്താനുള്ള ടോണിക്കൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുകയാണ് ഈ സൂപ്പ് ഡോക്ടർ കേട്ടോ. ടോണിക്കിന് നമുക്ക് ഈ കുപ്പിയൊക്കെ നമുക്ക് സെറ്റാക്കി വെച്ചേക്കുകയാണ്. നമ്മൾ ഓരോ ടിപ്പുകൾ ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം നിറച്ച് നമ്മൾ ഇതിൻ്റെ ഒന്ന് കളയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കയറി അടഞ്ഞിരുന്നാലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ ഇവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നതുകൊണ്ട് ഞാൻ എന്തോ ഒരു പരീക്ഷണം നടത്തിയിട്ട് ഞാനിങ്ങനെ പരീക്ഷണം നടത്തിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധവശം ഇതിനകത്തൊക്കെ കയറി അടഞ്ഞിരിക്കുക, അതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോഴതേ ടോണിക്ക് 2 ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കടും ചായ തിളപ്പിച്ച് ഞാൻ കാണിക്കുകയൊന്നും ചെയ്യാത്തത്, നമുക്ക് ഒത്തിരി സമയം എടുക്കും. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വല്ല വേറെ അന്യ സംസ്ഥാനക്കാർ വല്ല വരുവാണെങ്കിലേ ഉള്ളൂ, ആര് ഗൂഗിൾ അമ്മാവിയോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കടും ചായ നന്നായിട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ് 1/2 ഗ്ലാസ് ആക്കി കടും ചായ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ കടും ചായയുടെ സത്തെല്ലാം നമ്മുടെ ആ തേയിലയുടെ സത്തെല്ലാം നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങി ചെല്ലണം. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത കടും ചായ. ഇത് നമ്മുടെ സവാള നീര് കേട്ടോ. ഇത് ഒരു സവാള നീരാണ് സുപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ മുടിക്കുട്ടിന് ടോണിക്ക് കൊടുക്കുന്നത്. അത്ര ഉടത്തില്ലല്ലോ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോണിക്ക് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ വല്ലാത്ത കുഴപ്പം കേട്ടോ. അപ്പോഴത്തെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് സവാള നീര് എത്ര വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളുടെയൊക്കെ മുടിയുടെ ഇതനുസരിച്ച് എത്ര വേണേലും നമുക്ക് എടുക്കാം. മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പുണ്ടാകാനും മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ്. അപ്പോഴതേ നമുക്ക് ആവശ്യത്തിന് കടും ചായ ഒഴിച്ച് കൊടുത്താൽ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുപ്പിക്കകത്ത് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടോണിക്ക് നിങ്ങളൊന്ന് മിക്സ് ചെയ്തൊക്കെ കാണിക്കേണ്ടത് ആ ടോണിക്കാണിത്. എനിക്ക് ഇത്രയും ആവശ്യം വരത്തില്ലായിരുന്നു. നമുക്ക് കാർക്കൂന്തൽ എന്ന് വെച്ചാൽ തറയെ വരെ കിടക്കുമല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഒരുപാട് സത്യം ചിലർ നമ്മളെ കളിയാക്കും എന്ന് വെച്ചാൽ, നിനക്ക് ഇത്രയല്ലേ, അല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത്രയല്ലേ ഉള്ളൂ നിനക്ക് കാർക്കൂന്തൽ, പിന്നെ നീ ഇതൊക്കെ കാണിക്കുന്നത്. എന്നെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലർക്കൊരു മുടി എനിക്ക് ഇത്രയും മുടി എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത്രയും മുടി ഇഷ്ടമാണ്, ഒത്തിരി ആയാലും ഇഷ്ടമാണ്. അല്ല ഞാൻ പറയാം, ചിലർ നമ്മളെ കളിയാക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ. കളിയാക്കലിലൊന്നും ഈ സുപ്പ് വീഴത്തില്ല കേട്ടോ. സുപ്പ് വീഴത്തില്ല കളിയാക്കലിലൊന്നും. അപ്പോൾ നമുക്ക് ആ ടോണിക്ക് കൊടുക്കാനുള്ള രാവിലെയും വൈകിട്ടും നമുക്ക് കൊടുക്കണം. കുളിക്കുന്നവരാണെങ്കിൽ രാവിലെയും വൈകിട്ടും, നിങ്ങൾ കുളിക്കുന്നവരാണെങ്കിൽ കൊടുത്ത് നോക്കിക്കോളൂ. ഈ സുപ്പ് ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ. രാവിലെ വൈകിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുളിക്കുന്നവരാണെങ്കിലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൊടുത്തോളൂ. കുറച്ച് എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ജട, നമ്മളിവിടെ ജടയെന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മുടിയൊക്കെ സെറ്റാക്കി വെച്ചോളൂ.
എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ടോണിക്ക് കുട്ടനെ അങ്ങോട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ടോണിക്ക് കുട്ടനെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം, സ്കാൽപ്പിലൊക്കെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലാതെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എളുപ്പം ഇതാണ് കേട്ടോ. അപ്പോഴേ നന്നായിട്ട് മുടി കറക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതൊക്കെ കൂടെ കൊടുക്കണം കേട്ടോ. കടുംചായ മാത്രമായിട്ടും കടുംചായയിൽ വേറെ നമുക്ക് പേരയില എല്ലാം ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയുടെ കറുപ്പും മുടിക്ക് നല്ല ബലവും കിട്ടത്തുള്ളൂ. എന്ന് ചോദിച്ചാൽ പറയുന്നത് നിൻ്റെ മുടിയുടെ ബലമൊന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ലെന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങളുടെ എങ്കിലും മുടിയൊക്കെ നന്നായിട്ട് കിളിക്കട്ടെ. അതിനറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് പറഞ്ഞു തരികയാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കാം ഇത്. അപ്പോഴത്തേ നമ്മളിങ്ങനെ കുറേശ്ശെ വകഞ്ഞ് മാറ്റി കൊടുത്ത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള ഡൈകളും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ചില ചേച്ചിമാരായിരിക്കാം ചോദിക്കുന്നുണ്ട്, നമ്മൾ അപ്പോഴത്തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയും കെമിക്കൽ ഡൈ തേച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല നമ്മൾ ഈ നാച്ചുറൽ ഡൈ തേക്കുമ്പം നമുക്കത് എത്ര ദിവസം നിൽക്കുമെന്നോ, അല്ലെങ്കിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഡൈ നമുക്ക് ഒരുപാട് ദിവസമൊന്നും നിൽക്കത്തില്ല എന്ന് നമുക്കറിയാം. നാച്ചുറലായിട്ട് ഉള്ളതൊക്കെയല്ലേ, അപ്പോഴും ഒരുപാട് ദിവസം നമുക്ക് നിൽക്കത്തില്ല എന്ന് നമുക്ക് തന്നെ അറിയാം കേട്ടോ. ഇത് കറുത്ത് വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് മുടി കറുത്ത് വരത്തുള്ളൂ. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒത്തിരി 2-3 മാസം കൊണ്ട് നമ്മൾ ചെയ്താണ് ഇത്രയൊക്കെ ആക്കി നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസമൊക്കെ ആക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഒരു ദിവസം നമ്മൾ ഒരു ഡൈ ചെയ്തതുകൊണ്ട് നമ്മുടെ മുടിക്ക് കറുപ്പോ ഒന്നും വരത്തില്ല, നിറ വ്യത്യാസവും ഒന്നും വരത്തില്ല. അത് മനസ്സിലാക്കണം കേട്ടോ. അത് നമ്മുടെ ഏത് കൊച്ചു പിള്ളേരുടെ ചോദിച്ചാലും നമുക്ക്, പിന്നെ നമ്മുടെ കെമിക്കൽ ഡൈ അപ്പോഴേ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്, നല്ല കറുപ്പാവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എൻ്റെ പൊന്നു ചേച്ചിമാരെ, എന്നോട് ചോദിക്കുന്ന ചേച്ചിമാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സുപ്പു ഈ കെമിക്കൽ ഡൈ തേക്കുന്ന ഞങ്ങൾക്ക് മുടിയിൽ പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല എൻ്റെ ചേച്ചിമാരെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് എന്തായാലും മുടിക്ക് കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ ഡൈ ഒക്കെ തേക്കുന്നത് കൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. എന്നും വെച്ച് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ കെമിക്കൽ ഡൈ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പം പെട്ടെന്ന് നല്ല കറുപ്പ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തേക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമുക്ക് വേണ്ട നമ്മുടെ മുടിക്ക്, നമ്മുടെ തലയ്ക്ക് അസ്വസ്ഥതകളും ഒക്കെ ഉള്ളവർക്ക്, എന്നെപ്പോലെ ഇപ്പം ഈ നരയൊക്കെ വന്നു തുടങ്ങിയവർക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ കാണിച്ച് തരുന്നത്. ഇപ്പോഴേ നമ്മൾ പ്രായം കുറഞ്ഞവരൊന്നും ഇപ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈ ഒന്നും തേക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. സത്യം നമുക്ക് ഇച്ചിരിയൊക്കെ കഴിയട്ടെ. എന്നും വെച്ച് നരയുണ്ടെന്നും പറഞ്ഞ് എൻ്റെ ഫുള്ള് നമ്മളങ്ങ് നരച്ചിട്ടില്ല, നര വന്നു തുടങ്ങിയിട്ടുണ്ട്, ഉച്ചിയിലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഈ ടോണിക്ക് മുടിക്ക് കൊടുത്തോളൂ കേട്ടോ. ഈ ഡോക്ടർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരു നേരം കൊടുത്താലും മതി. നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് താളി ഷാമ്പു വേണ്ട കേട്ടോ. താളി ഉപയോഗിച്ച് നമുക്കിത് കഴുകാം കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഈച്ചകൾ വന്നിട്ടുണ്ട്, നമുക്ക് മാങ്ങ ചക്ക ഇതൊക്കെ വരുമ്പം ഈച്ചക്കുട്ടന്മാർ വരും, നമുക്ക് തന്നെ നാണക്കേട് വരും. പക്ഷെ അവർ ആ ഒരു സമയമാകുമ്പോൾ അവരെങ്ങ് പൊയ്ക്കോളും, എന്താണെന്നറിയത്തില്ല. ഈ ചക്കപ്പഴത്തിൻ്റെയും മാങ്ങപ്പഴത്തിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ ഇവന്മാർ എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നു കൂടും കേട്ടോ. കേട്ടോ സത്യം ഞാൻ ഇത്രമേൽ എൻ്റെ മുടിയുടെ ഇത് കളറാക്കിയത് വെള്ളയായിരുന്നേ. ആ നരയൊക്കെ മാറ്റിയപ്പോൾ എൻ്റെ മുടിക്ക് നല്ല മെനഞ്ഞാണ്. എൻ്റെ മോൻ എന്നോട് കൊള്ളാവല്ലോ, അമ്മയുടെ മുടിയുടെ കളറൊക്കെ മാറിയല്ലോ. സത്യം എൻ്റെ കുഞ്ഞു വരെ എന്നോട് പറഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത് അവൻ്റെ കുഞ്ഞു മനസ്സല്ല, വലിയ മനസ്സാണ്. അവനത് പറഞ്ഞല്ലോ, കാണുന്നുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തെല്ലാം. പിന്നെ ഞാനിപ്പം നമ്മുടെ ഒരു പോച്ച തപ്പിക്കൊണ്ട് നടക്കുകയാണ്. കേശവർദ്ധിനി എന്ന് പറയുന്നത്. അയ്യോ എല്ലാം ഞാൻ നോക്കിയോട്ടെ, എനിക്ക് കിട്ടുന്നില്ല. അത് എണ്ണ കാച്ചാൽ. പക്ഷെ പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു ആ ഒരു പോച്ച.
കേട്ടോ. നിങ്ങൾക്കൊക്കെ കിട്ടിയ കൂട്ടുകാരെ ആ ഒരു പോച്ച കിട്ടിയെങ്കിൽ സുപ്പിനും കൂടെ കേട്ടോ. മുടിയൊന്ന് വളർത്തട്ടെ, എണ്ണയൊക്കെ ഒന്ന് കാച്ചി പുരട്ടട്ടെ കേട്ടോ. ഇതിപ്പം ഞങ്ങളിപ്പം പുരട്ടുന്നേ മോളുണ്ടാക്കിയ എണ്ണ കേട്ടോ. എന്തുമായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചെമ്പരത്തിപ്പൂവെല്ലാം കൂടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ. നമുക്കറിയാം എൻ്റെ മുടി കണ്ടോ, ഇത്രയും ചെമ്പൻ മുടി, സത്യം നിങ്ങളൊക്കെ പറയുന്നത് പോലെ ചെമ്പൻ മുടിയായിരുന്നു. ഇത്രയും നമുക്ക് ഒരു കറുപ്പൊക്കെ തോന്നിക്കുന്ന ഇതൊക്കെ ഇപ്പം ചെയ്തിട്ട് ആണ് കേട്ടോ. കാക്കൂന്തൽ കിളർത്തൊന്നും സുപ്പ് ഒരിക്കലും അവകാശപ്പെടത്തില്ല കേട്ടോ. അപ്പോഴും ചെയ്ത് നോക്കണം ഇത് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ചേച്ചിമാരെല്ലാം ചെയ്യുന്നതാണിത്. നിങ്ങളും ചെയ്ത് നോക്കി കേട്ടോ. ഈ സുപ്പ് ചെയ്യുന്നതെല്ലാം നിങ്ങളെയും കാണിച്ചു തരും കേട്ടോ. എല്ലാവരും മുടി വളർത്തിക്കും കേട്ടോ. മുടി പൊഴിച്ചിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മുടി പൊഴിച്ചിൽ ഒത്തിരി എനിക്ക് കുറവുണ്ട്. മറ്റേ ഇങ്ങനെ പിടിക്കുമ്പോൾ നന്നായിട്ട് മുടി പൊഴിച്ചിലുണ്ടായിരുന്നേ. ഇപ്പം ശരിക്കും അത് നിന്നെന്ന് പറയാം. ഫുള്ള് നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇതങ്ങോട്ട് പിടിപ്പിക്കണം കേട്ടോ. പിടിപ്പിച്ച് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചെമ്പരത്തി താളി, വേറെ എന്തെങ്കിലും താളി ഉണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ? വേറെ താളി, ചെമ്പരത്തി പൂവോ ചെമ്പരത്തി ഇലയോ എന്തെങ്കിലുമൊക്കെ വെച്ച് താളി ഉണ്ടാക്കി നമ്മുടെ സാധാ കഞ്ഞിവെള്ളം ആയാലും മതി. കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ കഞ്ഞിവെള്ളം ആയാലും മതി കേട്ടോ. കഞ്ഞിവെള്ളം മാത്രമായാലും നമുക്ക് ഒഴിച്ച് നമുക്ക് കഴുകാം. പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ. ഷാമ്പു ഉപയോഗിക്കരുത്. അപ്പോഴെന്തേ നമ്മുടെ ടോണിക്കൊക്കെ ഇച്ചിരിയും കൂടെ ഉള്ളു, അതും കൂടെ നമുക്ക് അങ്ങ് കൊടുത്തേക്കാം അല്ലേ. ഇനി ഇത്രയും ടോണിക്ക് കുടിച്ചില്ല, അതുകൊണ്ട് ഇവൻ പരാതി പറയും. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ, നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ. അത് ഞാൻ ഒഴിച്ചോളാം, ഇച്ചിരി കൂടെ അത് ഞാൻ ഒഴിച്ചോളാം. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെച്ചാൽ മതി. ഒഴുകി പോരത്തൊന്നുമില്ല. നമ്മൾ ആ സ്കാൽപ്പിലോട്ട് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ കൈപ്പത്തിയുടെ ഇത് വെച്ച് നമ്മൾ തോത്ത് പിടിപ്പിക്കുക കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും. എന്നിട്ട് നമ്മൾ ശരിക്കും എല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമുക്കിവിടെ ഇഷ്ടംപോലെ കിളികളുണ്ട്. ചിലപ്പോൾ ഞാനും പറയുമ്പോഴാണ് ശ്രദ്ധിക്കുക. നമ്മൾ ഈ വീഡിയോ എടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പറയും കേട്ടോ. കിളികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. കരിയിലക്കിളി ഞാനീ നിൽക്കുന്ന ഭാഗത്ത് ഇഷ്ടംമാതിരി വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. ഇരുന്നങ്ങ് കരച്ചിലായിരുന്നു. അവർ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴിതാ നമ്മൾ തേച്ചൊക്കെ പിടിപ്പിച്ച് കൊലിച്ചൊന്നും പോകത്തില്ല. നമ്മൾ സ്പ്രേ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നിന്ന് താഴോട്ട് ഒലിച്ചിറങ്ങത്തില്ല കേട്ടോ. അവിടെ തന്നെ ഇരുന്നോളും. ഞാൻ പറഞ്ഞില്ലേ, സ്കാൽപ്പ് ഇങ്ങനെ ആക്കണം, നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് നേരം നിന്നാൽ മതി കേട്ടോ. 15 മിനിറ്റ് നേരം നിന്നിട്ട് താളി വേവിച്ച് നമ്മൾ കഴുകുക. പിന്നെ താളി വേവിച്ച് കൈയിട്ട് നന്നായിട്ട് മുടി ഉണക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ താരനൊക്കെ വരും കേട്ടോ. വെറുതെ ദോഷങ്ങളൊന്നും നിങ്ങൾ വരുത്തി വയ്ക്കേണ്ട. ഉള്ള മുടി പന്നലായി പോവും. കാർക്കുന്തൽ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഉള്ളവർ നന്നായിട്ട് അത് കഴുകി ഉണക്കി സൂക്ഷിക്കണം കേട്ടോ. ഇച്ചിരിയാണേലും ഒത്തിരിയാണേലും നമ്മളത് സൂക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ മുടി കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക കേട്ടോ. അപ്പോഴേ
നമുക്ക് നല്ല ടിപ്പുകൾ വിശേഷങ്ങൾ വേറെ എന്താ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സുക്കുവിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോഴേ മുടിയൊക്കെ നന്നായിട്ട് കറുപ്പിച്ചൊക്കെ എടുത്തോളൂ. ഡൈകളും ഇതേപോലെ ടിപ്പുകളും നമ്മുടെ മുഖത്ത് ഇടുന്ന ടിപ്പുകൾ അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. സുക്കുവിൻ്റെ കുഞ്ഞു 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 മാന്ത്രിക വിദ്യകളാണ്. അതൊക്കെ ചെയ്ത് നോക്കണം നിങ്ങൾ. വലിയ പാട് പിടിച്ച പണികളൊന്നുമില്ല. കടുംചായയൊക്കെ നമ്മൾ ഈ ഇടുന്നത് കാണിക്കാത്തത് ഒത്തിരി സമയം ആവുമല്ലോ എന്ത് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നമുക്കറിയാമല്ലോ. അപ്പോഴേ എല്ലാവരും ചെയ്തൊക്കെ നോക്കണം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ എന്നെ കൂടി അറിയിക്കണം കേട്ടോ. ഇതേപോലെയുള്ള മുടി ഒക്കെ കുറവായിട്ട് ഇരിക്കുന്നവർ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം. നമ്മളും എല്ലാം ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ എല്ലാവരോടും പറയുമ്പോൾ സന്തോഷമല്ലേ? സന്തോഷമാണ്. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും